ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലെ ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ക്രമീകൃതമായി പഠിച്ചു വരികയാണ്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചില വിഷയങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ചില വിഷയങ്ങൾക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നു എന്നത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോൾ മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന്റെ പ്രധാന കാരണം യഹൂദ പശ്ചാത്തലം, ജൂവിഷ് ബാക്ക്ഗ്രൗണ്ട്, പരീശന്മാരും സദൂക്യരും ദൈവവചനത്തോട് വളരെ അടുത്ത് ജീവിക്കുന്ന ആളുകളും ദൈവവചനം സംബന്ധിച്ച് അഭിമാനിക്കുന്ന ആളുകളുമാണ്. അവരുടെ അടുക്കിലേക്ക് കർത്താവ് വരുമ്പോൾ അവർക്ക് കർത്താവിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു വിഷയം, അതാണ് പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ ജീവിത രീതിയുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു വിഷയമാണ്. അപ്പം രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വന്ന വേർപാട് സമൂഹമായിരിക്കും നമ്മൾക്ക് തന്നെ 140-ലധികം വർഷം, അതായത് ഏതാണ്ട് 5-6 തലമുറകൾ വേർപാട് വിശ്വാസ സമൂഹത്തിൽ തന്നെയുണ്ട്. അതിനു മുമ്പ് നമ്മളിൽ പലരുമായിരുന്ന ക്രിസ്തീയ വിഭാഗത്തിന് ഏകദേശം 2000-ഓളം വർഷം സെന്റ് തോമസിന്റെ കാലം മുതലുള്ള ചരിത്രമുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ യോഹന്നാൻ പറഞ്ഞു വരുന്ന വിഷയത്തിന് നമ്മുടെ ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിലും വളരെ പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മളത് അങ്ങനെ ഗൗരവമായി ചിന്തിക്കാറില്ല. നമ്മൾ യഹൂദന്മാരെ പോലെ നമ്മൾ സൈമൺ സാറിന്റെ കാലം തൊട്ടുള്ള പാരമ്പര്യവും ചെറിയൻ സാറിന്റെ കാലം തൊട്ടുള്ള പാരമ്പര്യവും അതിന് മുമ്പോട്ടുള്ള പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് നമ്മൾ അതിൽ പുകഴുന്ന ഒരു കൂട്ടം ആളുകളാണ്. പാരമ്പര്യം പറയുന്നത് തെറ്റൊന്നുമില്ല, ഞാൻ പാരമ്പര്യത്തിന് വിരോധിയൊന്നുമല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ അന്തസത്തന്റെ അല്ല ആത്മീക ഗുണപാഠം, അതിന്റെ പ്രായോഗികത നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ഈ യഹൂദന്മാരെ സംബന്ധിച്ച് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ കർത്താവിന് ചുറ്റും നിൽക്കുന്ന പരീശന്മാരും സദുക്യന്മാരും എന്ന് പറയുന്നത് അവർ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളാണ്. അവർ പറയുന്ന പാരമ്പര്യം അബ്രഹാമിൽ തുടങ്ങുന്ന പാരമ്പര്യമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വാസ്തവത്തിൽ എന്താണ് ഭവിച്ചിരിക്കുന്നത് എന്ന് യോഹന്നാൻ ദൈവാത്മാവിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി തരുന്നു. അതിന്റെ ഗുണപാഠം നമ്മൾ ശരിയായിട്ട് ഉൾക്കൊള്ളേണ്ടത് ആവശ്യം. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരേറ്റു പറഞ്ഞു, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പറഞ്ഞു, ചിലർക്കൊക്കെ അതൊരു ഇറിറ്റേഷൻ, ഒരു പ്രയാസമായിട്ട് മാറുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും രക്ഷിക്കപ്പെട്ടവരല്ലെന്നാണോ സനീഷ് പറയുന്നത്? അങ്ങനെയല്ല. ഈ കർത്താവ് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വിഷയം ഈ പരീശന്മാരോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 8-ാം അധ്യായത്തില്, മുമ്പോട്ടുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. 8-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം, ഇവര് ക്ലെയിം ചെയ്യുന്ന ഒരു വിഷയം, ഇവര് റിലീജിയസ് ആണ്, അല്ലെങ്കിൽ ഇവർ ദൈവമാണ് ഇവരുടെ പിതാവ്, ഇവർ ദൈവമക്കളാണെന്ന് ഇവർ ക്ലെയിം ചെയ്യുന്നു. പക്ഷെ ദൈവത്തിൻ്റെതായ യാതൊരു, അല്ലെങ്കിൽ ദൈവമക്കളുടേതായ യാതൊരു യോഗ്യതയും അല്ലെങ്കിൽ യാതൊരു സ്വഭാവവും ഇവരിൽ കാണുവാനായിട്ടില്ല. അപ്പൊ അത് കർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആശയത്തിലല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ എല്ലാവരും യേശുവിനെ അങ്ങ് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ പഠിച്ച് പാടി വരിക. അപ്പൊ എല്ലാ ക്രിസ്ത്യ വിഭാഗങ്ങളിലും അവർ യേശു കർത്താവിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്താണ് വേർപാട് സഭയ്ക്ക് വ്യത്യാസം, അല്ലെ പെന്തക്കോസ്ത് സഭയ്ക്ക് വ്യത്യാസം, അല്ലെ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് സമുദായ സഭകൾ അല്ലെങ്കിൽ നോമിനൽ ചർച്ചസിൽ, ഡിനോമിനേഷണൽ ചർച്ചസിൽ നിന്ന് എന്താണ് വ്യത്യാസം? അവരും യേശുവിൽ വിശ്വസിക്കുന്നു, നമ്മളും യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു കോംപ്രമൈസിങ് സിസ്റ്റം വന്നിരിക്കുന്നത്, യേശുവിനെ അങ്ങ് കർത്താവായിട്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലാണ്. അപ്പൊ അവരും ദൈവമക്കളാണ്, നമ്മളും ദൈവമക്കളാണ്. അവർ ദൈവമക്കളല്ല എന്ന് വിധിക്കാനുള്ള അവകാശം ദൈവം നമുക്ക് തരുന്നില്ല. അതിനുള്ള റൈറ്റ്, അതിനുള്ള ആ ഒരു വിധിക്കുവാനായിട്ടുള്ള ഒരു യോഗ്യത നമുക്കില്ല. എന്നാൽ ദൈവവചനം ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ള വിഷയം ഓർപ്പിക്കുക. അപ്പൊ ഞാൻ ഈ വിഷയം പറയാനായിട്ടുള്ള കാരണം, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു, നമ്മുടെ തലമുറകളെ തെറ്റിദ്ധരിപ്പിച്ച് കളയുക. അപ്പോൾ അതിന് വാസ്തവമായും ദൈവമക്കൾ എങ്ങനെയാണോ എന്നത് സംബന്ധിച്ച് കൃത്യമായ അതിൻ്റെ ഒരു എവിഡൻസസ്, തെളിവുകൾ
ദൈവവചനത്തെ ചെന്നുകൊണ്ട്, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് ആ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ വിഷയത്തിലേക്കാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 8-ാം അധ്യായത്തിൽ ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞത്, ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ അതൊരു ഹർട്ട് ചെയ്യുന്നുണ്ട്. സനീശ്വരൻ എല്ലാവരും അങ്ങനെ ദൈവമക്കളല്ലെന്ന് പറഞ്ഞ് വിമർശിക്കുകയാണോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ കാഴ്ചപ്പാട് റിയലി നമ്മൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇതുമായിട്ട് അങ്ങ് യൂസ്ഡ് ടു ആയതുകൊണ്ട് അത് വ്യക്തിപരമായ ഒരു ശോധനയാണ്. എനിക്ക് നിങ്ങളെ ശോധന ചെയ്യാനോ നിങ്ങൾക്ക് എന്നെ ശോധന ചെയ്യാനോ ദൈവം അതിനെ അനുവദിക്കുന്നില്ല. പക്ഷെ തന്നെ ശോധന ചെയ്യണം. അതാണ് പെരുമാറ്റച്ചട്ടം. അപ്പൊ അതിൻ പ്രകാരം നമ്മൾ വിശ്വാസത്തിലാണോ, ശരിയായ ട്രാക്കിലാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. അല്ലെങ്കിൽ ഈ പരീശന്മാർക്ക് പറ്റിയതുപോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും എന്നതാണ് ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വിഷയമല്ല. യേശുക്രിസ്തു, ഇത് ലൈഫ് ഹിസ്റ്ററി ഓഫ് ജീസസ്, യേശുവിന്റെ ജീവചരിത്രം എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു ലിഖിതമല്ല സുവിശേഷങ്ങൾ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ലൈഫ് ഹിസ്റ്ററി ഓഫ് ജീസസ്, യേശുവിന്റെ ജീവചരിത്രം നമ്മൾ വായിച്ചങ്ങ് പോകണം. യേശു ജീവചരിത്രം കന്യാമറിയത്തിൽ ജനിച്ചു, 33 വർഷം ജീവിച്ചു, സദുക്യരും ദേവാലയത്തിൽ ചെന്നു, അവിടെ സംസാരിച്ചു, വാദപ്രതിവാദം നടത്തി, പീലാത്തോസ് ന്യായം വിധിച്ചു, ക്രൂശിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇനിയും വരും. നമ്മൾ ക്രിസ്റ്റോളജി അങ്ങ് പഠിച്ചു. എന്നാൽ ഇത് എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് എന്താണ് പ്രായോഗികമായിട്ട് നമ്മളുടെ ജീവിതമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഈ പ്രായോഗികത പലപ്പോഴും നമ്മൾ ഗൗരവം കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസ ജീവിതം പലപ്പോഴും നാമധേയ ക്രിസ്ത്യാനികളെക്കാട്ടിലും നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കാണുമ്പോൾ എനിക്കത് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും വേർപെട്ട ദൈവമക്കൾ, നമുക്ക് വളരെ വി ആർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്, ദൈവവചനത്തിന്റെ ആളുകളാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ പീപ്പിൾ ഓഫ് ദ ബുക്ക് ആയിരിക്കുന്ന നമ്മൾ ഇന്ന് പീപ്പിൾ ഓഫ് ദ മെൻ, പീപ്പിൾ ഓഫ് പീപ്പിളായി മാറി. നമ്മൾ ചിലരെ ചില പ്രതിഷ്ഠാ സ്ഥാനങ്ങളിൽ വെച്ച് അവർ പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിച്ച് വചനത്തിന്റെ ട്രാക്കിൽ നമ്മൾ തെറ്റിപ്പോവാ. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ അബ്രഹാമിന്റെ പാരമ്പര്യം ഈ ഇസ്രായേൽ യഹൂദന്മാർ പരീശന്മാർ പറയുന്നുവെങ്കിലും അബ്രഹാമിന്റെ വിശ്വാസത്തെ അവര് ത്യജിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കർത്താവ് ഇവിടെ എടുത്തു പറയുന്ന വിഷയം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെക്ഷൻ 37 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്ന, സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു വിഷയം ഇതാണ്: നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് പറയുന്നു എങ്കിലും അബ്രഹാമുമായിട്ട് നിങ്ങൾക്ക്, അബ്രഹാമിന്റെ പ്രവൃത്തി, അബ്രഹാമിന്റെ വിശ്വാസം, ഇതുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അത് കർത്താവിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ വിശ്വാസത്തെ നാം ഏറ്റു പറയുമ്പോൾ ആ വിശ്വാസത്തിന്റെ ട്രാക്കിലാണോ നാം നിൽക്കുന്നത് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. അതാണ് ഈ പോർഷൻ നൽകുന്ന പ്രധാന സന്ദേശം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാക്ഷാൽ 32-ാം വാക്യത്തിൽ വായിച്ച്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ക്രിസ്തീയ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ലഭിക്കുന്ന സ്വാതന്ത്ര്യം. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട 2 പ്രധാന വിഷയം. ഒന്ന്, ശരിയായ വിശ്വാസവും വചനമനുസരിച്ചുള്ള ജീവിതവുമാണ് ശരിയായ സ്വാതന്ത്ര്യം. അതാണ് കർത്താവ് ഇവിടെ എടുത്തു പറയുന്ന വിഷയം. 31-ാം വാക്യത്തിൽ അത് പറയുന്നു: എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതിനെ ഞാനൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞതാണ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ചുള്ള ജീവിതമാണ് ശരിയായ സ്വാതന്ത്ര്യം, അല്ലെ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ പിശാച് എപ്പോഴും ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ വചനത്തിൽ നിന്ന് അങ്ങോട്ട് അകറ്റി നിർത്തും. അതിനുവേണ്ടിയാണ് ഈ പാരമ്പര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാ സമൂഹങ്ങളിലും എല്ലാ സമുദായങ്ങളിലും എപ്പോഴും ഉള്ള ഒരു വിഷയമാണ്. സത്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയുവാനായിട്ട് പാരമ്പര്യം ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നു. 34-ാം വാക്യത്തിൽ വരുമ്പോൾ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചത്, അതൊരു വാക്ക് പറഞ്ഞിട്ട് 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വിഷയം. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. 34-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള, അല്ലെ കണ്ടിന്യൂയിങ് ഇൻ സിൻ, പാപത്തിൽ തുടരുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രം സാധിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ദൈവവിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്ന ഒരു വിഷയം. എല്ലാ മനുഷ്യരിലും പാപ സ്വഭാവമുണ്ട്, എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നു, വിശ്വാസികളുടെ ജീവിതത്തിലും പാപം വരുന്നു. കാരണം ഈ ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പാപരഹിതരായിട്ട് ആരും മനുഷ്യരായിട്ടില്ല. ആദാം മുതൽ ഇങ്ങോട്ട് സകല മനുഷ്യരും ഈ പാപത്തിന്
ദാസന്മാരാണ്. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നമ്മുടെ രൂപാന്തരത്താലോ കർത്താവിന്റെ വരവിനാലോ ആണ് ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ലഭിക്കുക. എന്നാൽ പാപത്തിൽ തുടരുന്ന അനുഭവം ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരുന്നതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പൊ ഒരു വിഷയം തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഒരു പാപം വരുമ്പോൾ തന്നെ അതിൽ നിന്നൊരു പരിഹാരം വരുവാനായിട്ട് വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന സാധിക്കും എന്നതാണ് കർത്താവ്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ എന്നേക്കും വസിക്കുന്നു. കർത്താവ് അത് ഫിഗറേറ്റീവായിട്ട് പറഞ്ഞിട്ട് 36-ാം വാക്യത്തിൽ പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആയി. അപ്പോൾ ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മളൊന്ന് ചോദന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ വിശ്വാസ ജീവിതം രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ക്രിസ്തീയ സഭയിലെ കൂട്ടായ്മയിലായിരിക്കുന്ന, ക്രിസ്തീയ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ രീതികൾ, പ്രവൃത്തികൾ, ഇത് ക്രിസ്തുവിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തോട് ചേർന്ന് വരുന്നതാണ്. ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാസ്തവത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പലപ്പോഴും പാപത്തെ ഒരു ബലഹീനതയായിട്ടാണ് ദൈവമക്കൾ കാണുന്നത്. ഒരു ചെറിയൊരു ബലഹീനത പറ്റി വലിയൊരു പാപം ചെയ്തു എന്നാ പറയുന്നത്. അങ്ങനെയില്ല, ബലഹീനതയല്ല. വിശ്വാസി പാപം ചെയ്യുമ്പോൾ അത് അനുസരണക്കേട് തന്നെയാണ്. കർത്താവ് അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇത് കർത്താവ് ഇവരോട് ഇങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം, യഹൂദന്മാരോട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാണ് കർത്താവ് ഇതെന്ന് പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ അതിനെ ആപേക്ഷികമായി, അല്ലെങ്കിൽ ഔട്ട്വേർഡ്, ബാഹ്യമായ ഒരു ഭാവം, ഞങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്നു, ഒരു സ്വീകാര്യതയുടെ ഒരു രൂപം അവിടെ വന്നു. പക്ഷേ ഹൃദയവുമായിട്ട് അതിന് ബന്ധം വന്നില്ല. കർത്താവ് പറഞ്ഞത് എന്താ? ഈ ബാഹ്യമായിരിക്കുന്ന ഒരു ആക്സെപ്റ്റൻസ് കൊണ്ട് നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ഇത് യഥാർത്ഥമായ, ആത്മാർത്ഥമായ ഒരു വിശ്വാസമാണ് വേണ്ടത്, അല്ലെ സ്വീകരണമാണ് വേണ്ടതെന്ന് കർത്താവ് പറയുകയാണ്. അതിന്റെ തുടർച്ചയാണ് 37 മുതലുള്ള വാക്യങ്ങൾ. 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന, ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയം, വാസ്തവത്തിൽ ആരാണ് വിശ്വാസികൾ, അല്ലെങ്കിൽ വാസ്തവത്തിൽ ആരാണ് ദൈവത്തിന്റെ മക്കൾ. നമ്മൾ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒന്നും പിടികിട്ടാൻ പ്രത്യേകിച്ചില്ല. കർത്താവ് അവരോട് പ്രതിവാദം പറയുന്നത് ചിന്തിക്കത്തുള്ളൂ. അവരുടെ ക്ലെയിം എന്ന് പറയുന്നത് അവർ അബ്രഹാമിന്റെ സന്തതികളാണ്. താഴോട്ട് വരുമ്പോൾ ഞങ്ങൾ ജാരസന്തതികളല്ല. അപ്പൊ നമ്മൾ 41-ാം വാക്യത്തിൽ വരുമ്പോൾ ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ. 40-ന്റെ അവസാനം വരുമ്പോൾ അബ്രഹാം ഞങ്ങളുടെ പിതാവാണ് എന്ന് പറയുന്നുണ്ട് 39-ാം വാക്യത്തിൽ. അപ്പോൾ ഇവരുടെ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇവർ അബ്രഹാമിന്റെ മക്കളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ, ഇതിന്റെ പത്രോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് വ്യർത്ഥമായ പിതൃപാരമ്പര്യം. ഇപ്പൊ എന്റെ വല്യപ്പച്ചൻ ബ്രദറുകാരനായതുകൊണ്ട് ഞാൻ ബ്രദറുകാരനായി, എന്റെ വല്യപ്പച്ചൻ പെന്തക്കോസ്തുകാരനായതുകൊണ്ട് ഞാൻ പെന്തക്കോസ്തുകാരനായി, എന്റെ വല്യപ്പച്ചൻ സ്നാനപ്പെട്ടത് കൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു, എന്റെ വല്യപ്പച്ചൻ 15-ാം വയസ്സിൽ സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഞാനും 15-ാം വയസ്സിൽ സ്നാനപ്പെട്ടു. കാരണം ഞാനും എന്റെ വല്യപ്പച്ചനും ഒരേ ലെഗസി, പാരമ്പര്യം പിന്തുടരുന്നു. ഇങ്ങനെ പിന്തുടരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അബ്രഹാം ദൈവം 8-ാം നാളിൽ നിന്റെ പുരുഷ സന്തതിയൊക്കെ 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം. ഇതിങ്ങനെ വന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവർ 8-ാം നാളിൽ കൃത്യമായിട്ട് പരിച്ഛേദന ഇട്ടു. എന്നാൽ പരിച്ഛേദന എന്ന് പറയുന്നത് എന്തായിരുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ അടയാളമായി അവരുടെ ശരീരത്തിൽ വഹിക്കേണ്ട ഒരു മുദ്രയായിരുന്നു പരിച്ഛേദന എന്ന് പറയുന്നത്. സ്നാനം എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഇന്ന് സ്നാനം എന്ന് പറയുന്നത് 13 വയസ്സാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട ഒരു പ്രവൃത്തിയായിട്ട് നമ്മുടെ പല കുഞ്ഞുങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ലെങ്കിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങള് സൺഡേ സ്കൂളിൽ പോകുന്നു, കാരണം രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു 12 വയസ്സാകുമ്പോൾ അവനെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കും, 13 വയസ്സാകുമ്പോൾ സ്നാനപ്പെടുത്തും. ഈ കുഞ്ഞിന് രക്ഷ എന്താണെന്നോ പാപബോധം എന്താണെന്നോ ഒന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. ഇത് കർത്താവ് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയുക. ഈ യഹൂദന്മാർക്കെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്, പാരമ്പര്യം. അപ്പോസ്തലൻ പൗലോസ് താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന തന്റെ ക്ലെയിംസിനെ കുറിച്ച് പറയുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്ന് പറഞ്ഞ് കുറച്ച് ക്ലെയിംസ് താൻ പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം, എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിപ്പാൻ എന്ന് തോന്നിയാൽ എനിക്ക് അധികമുണ്ട്.
8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ. എന്ന് പറഞ്ഞാൽ തിയോളജി അല്ല, അരച്ച് കലക്കി ഗമാലിന്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ച ഒരു പാരമ്പര്യ യഹൂദനാണ് പൗലോസ്. പൗലോസിന്റെ അണ്ടർസ്റ്റാൻഡിങ്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അതിന്റെ തൊട്ട് താഴെ പറയുകയാണ്. 7-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ദ റിയലൈസേഷൻ, എൻ്റെ പാരമ്പര്യം, ഞാൻ ഇസ്രായേൽ ബെന്യാമീൻ ഗോത്രക്കാരൻ. ബെന്യാമീൻ എന്ന് പറഞ്ഞാൽ കടിച്ചു കയറുന്ന ചെന്നായി. ഇസ്രായേൽ പാരമ്പര്യത്തിൽ ഏറ്റവും ശൗര്യമുള്ള വർഗമാണ് ബെന്യാമീനിയർ. അതുകൊണ്ടാണ് സഭയെ ഉപദ്രവിക്കാനായിട്ട് ആ ന്യായപ്രമാണം, പരീക്ഷ, ആ തീവ്ര മതഭക്തി വെച്ച് തന്നെ എതിർത്തവരെ ഒക്കെയും കൊല്ലുവാനായിട്ട് അധികാരപത്രവും മേടിച്ച് ഓടുന്ന സമയത്താണ് പൗലൂസിനെ കർത്താവ് പിടിക്കുന്നത്. എന്നാൽ ആ പിടുത്തത്തിൽ പൗലൂസിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത്, എനിക്ക് ഛേദമായിരുന്നത്, എങ്ങനെ ഛേദമായിരുന്നത്, എനിക്ക് ഭൗതികമായിട്ട് ലാഭമായിരുന്ന വിഷയങ്ങളെ, എൻ്റെ പാരമ്പര്യങ്ങളെ, എൻ്റെ അവകാശങ്ങളെ ഞാൻ ഛേദമായിട്ട് എണ്ണി. അതാണ് റിയലൈസേഷൻ. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, തൻ്റെ പാരമ്പര്യം അത് വ്യർത്ഥമാണ്. ക്രിസ്തുവിനെ കൂടാതെ ഉണ്ടായിരുന്ന പാരമ്പര്യം അത് വ്യർത്ഥമാണ്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ക്രിസ്തുവുമായിട്ട് ശരിയായ ഒരു ബന്ധത്തിലേക്ക് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങളിൽ വരുമ്പോൾ, റോമാലേഖനം 2-ാം അധ്യായം 28-29 പൗലോസ് അപ്പോസ്തലൻ തന്റെ ആ ബോധ്യം, ഇത് നമ്മൾ വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം. നമ്മളിപ്പോൾ 5-6 തലമുറകളിലേക്ക് വന്നിരിക്കും. എന്നാൽ 1-ാം തലമുറക്കാരും ഉണ്ട് ഇന്ന് നമ്മുടെ നമ്മുടെ കൂട്ടായ്മയിൽ. എന്നാൽ നമ്മൾ പൊതുവെ പറയുമ്പോൾ ഏകദേശം 5-6 തലമുറകളിൽ വന്നു നിൽക്കുന്ന നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ട്രാക്കിനെ കുറിച്ച്, അതിന്റെ തലം ഏത് ലെവലിൽ നിൽക്കുന്നു എന്നത് കൃത്യമായി ബോധ്യമുള്ള വ്യക്തികളായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ആ ബോധ്യം, അതായത് എങ്ങനെയാണ്, ആരാണ് സാക്ഷാൽ യഹൂദൻ എന്ന് പറയുന്നു. റോമർ 2:28-29 പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന, ഇത് അവന് മനുഷ്യരാൽ അല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ പരിച്ഛേദനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഞാൻ യഹൂദനാണ്, അബ്രഹാമിന്റെ സന്തതിയാണ്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റു. അത് വളരെ സ്ട്രോങ് ഹോൾഡാണ് ഒരു യഹൂദനെ സംബന്ധിച്ച്. ന്യായപ്രമാണം പഠിച്ചു എന്നുള്ളത് അതിലും വലിയ സ്ട്രോങ് ഹോൾഡാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. അപ്പൊ പൗലോസ് ദൈവാത്മാവിൽ തന്റെ ആ ബോധ്യം താൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, കർത്താവിനെ കുറിച്ചുള്ള ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിനുണ്ടായ ബോധ്യം എന്താണ്? പുറമേയുള്ള അടയാളങ്ങളല്ല വാസ്തവത്തിൽ യഹൂദൻ എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ പുറമെ അബ്രഹാമിന് കൊടുത്ത അടയാളം എന്ന് പറയുന്നത്, അബ്രഹാമിന്റെ ഹൃദയത്തിൽ, വിജാതീയനായിരുന്ന അബ്രഹാമിന്റെ ഹൃദയത്തിൽ ദൈവം നടത്തിയ പരിച്ഛേദനയുടെ, ശുദ്ധീകരണത്തിന്റെ, വീണ്ടെടുപ്പിന്റെ അടയാളമായിരുന്നു അവന് കൊടുത്തിരുന്ന അടയാളം. ഈ റിയലൈസേഷൻ പൗലോസിനുണ്ടായത് കർത്താവ് അവനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മളെ പിടിച്ചതായിരിക്കുന്ന ആ ഒരു അനുഭവത്തിന്റെ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ വിശ്വാസികളെന്ന് തെറ്റായി ധരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്ന് പറയാൻ യഹൂദന്മാരുടെ പ്രശ്നം ഈ യഹൂദ പാരമ്പര്യവും ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനവും അവർക്ക് ദൈവസന നീതീകരണം കൊടുക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അത് തെറ്റായ ചിന്താഗതിയാണ്. ഇനി 2-ാമത്തെ വിഷയം, അവർ പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തന്നെ അവർ ദൈവമക്കളാണെന്ന് ചിന്തിക്കുകയാണ്. അതിന്റെ 39-ാം വാക്യത്തിൽ വരുമ്പോൾ, അബ്രഹാം ആവുന്നു ഞങ്ങളുടെ പിതാവ് എന്നിട്ടും പറയും, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ ആകുന്നു എങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ വിഷയം, കർത്താവ് അവർ പറഞ്ഞ വാക്കുകളെ കൃത്യമായിട്ട് ഖണ്ഡിച്ചുകൊണ്ട്, കൃത്യമായിട്ട് അതിനെ ഒന്ന് മാറ്റുരച്ചുകൊണ്ട് കർത്താവ് സംസാരിക്കുകയാണ്. അവർ പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. അപ്പോൾ കർത്താവ് 39-ാം വാക്യത്തിൽ പറയുന്ന ഡിമാൻഡ് എന്താ? നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ ആയിരുന്നു എങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്തായിരുന്നു അബ്രഹാമിന്റെ പ്രവൃത്തി? അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു. നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് നമുക്ക് ആ വിഷയങ്ങൾ അറിയാൻ. എന്നാൽ കർത്താവ് 42-ാം വാക്യത്തിൽ അത് കൃത്യമായിട്ട് കർത്താവ് പറയുക, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായിരുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായും എന്നെ സ്നേഹിക്കുമായിരുന്നു. അപ്പോൾ ഇവര് 2 ക്ലെയിമാണ് ഇവർ അവകാശം. ഒന്ന്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ ഇവരുടെ പ്രോബ്ലം എന്താ? ഇവർ ദൈവത്തിന്റെ മക്കളാണെന്ന് ഇവർ ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ മത ആചാരങ്ങളിലും മതവിശ്വാസങ്ങളിലുമാണ് ശ്രദ്ധിച്ചിരുന്നത്. അത് കർത്താവ് വളരെ കൃത്യമായിട്ട് ഖണ്ഡിക്കുക. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവമകൻ, ദൈവമകൾ,
അവർ വാസ്തവമായും രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എങ്ങനെയാ മനസ്സിലാകുക? നമ്മുടെ പ്രവൃത്തിയിലൂടെ. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. 44 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇവരുടെ ശരിയായ പ്രശ്നം, അതായത് ഇവര് കർത്താവിനോട് പ്രതികരിച്ച വിധങ്ങളെ കർത്താവ് തിരിച്ച് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരോട് പറയുന്ന വിഷയം, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് നോക്കുമായിരുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരുന്നുവെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് അംഗീകരിക്കുവാനും കഴിയുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയാത്തതിന് കാരണം നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല. ഇന്നത്തെ ഭാഷയിൽ 44 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. ഇത് സാധാരണ നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ അവിശ്വാസികളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഇത് കർത്താവ് ആരോടാ പറയുന്നേ? അതായത് ബാഹ്യമായി വിശ്വാസത്തെ ക്ലെയിം ചെയ്ത യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരുന്നു എങ്കിൽ നിങ്ങൾ പിതാവിന്റെ ഇഷ്ടം ചെയ്യും, പിതാവായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യും. എന്നാൽ നിങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതിന്റെ 2-ാം ഭാഗം 44 2-ാം ഭാഗത്തിൽ, അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ല. അപ്പോൾ കൊലപാതക മനോഭാവം, കൂട്ടു സഹോദരനെ, സഹപ്രവർത്തകനെ ദൈവപുത്രനായിരിക്കുന്ന നമുക്കറിയാം. അവരുടെ ചിന്തകൾ സ്വാഭാവികമായിട്ട് ഒരു പ്രവാചകനോ യഹൂദ പാരമ്പര്യത്തിലുള്ള വ്യക്തിയോ ആണ് യേശു എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനെ കൊല്ലുവാൻ നോക്കുന്നതിന് കർത്താവ് ആ ഉദാഹരണം എടുത്തിട്ട് പറയണം, നിങ്ങളിൽ വ്യാപരിക്കുന്നത് പിശാചാകും. പിന്നെ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം, നമ്മൾ അന്യോന്യം കൊല്ലാനായിട്ട് നോക്കുന്നുണ്ടോ? കർത്താവിനോട് സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. നമ്മളൊക്കെ മനുഷ്യരാ, അല്പം പകയൊക്കെ വരും, പക്ഷെ അത് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് കർത്താവ് മേലിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. പാപത്തിൽ തുടരാതിരിക്കുവാനായിട്ടുള്ള ഒരു അനുഭവം രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ തെറ്റായ നിലയിൽ വിശ്വാസത്തെ മനസ്സിലാക്കുന്ന 2 കാര്യം. ഒന്നാമത്തെ വിഷയം, അവൻ മതാചാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവമകനാണെന്ന് വിശ്വസിക്കുന്നു. അത് ഇന്ന് എല്ലാ സമുദായങ്ങളിലും ഉള്ള പ്രത്യേകം, ഇൻക്ലൂഡിങ് ബ്രദറെ. നമ്മളൊരു വേർപാട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ദൈവമക്കളാണെന്ന് പല ബ്രദറുകാർക്കും ചിന്തയുണ്ട്. രക്ഷയുടെ അടിസ്ഥാന പാഠങ്ങൾ അവർ ബ്രദറൻ സിസ്റ്റം ഫോളോ ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നുള്ള ചിന്ത. ഏറ്റുപറയുക, സ്നാനപ്പെടുക, മുടങ്ങാതെ കർത്തമേശ പങ്കെടുക്കുക, ഇതൊക്കെ അങ്ങ് ചെയ്താൽ നേരെ സ്വർഗത്തിൽ പോകുന്നതാണ് ചിലരുടെ വിചാരം. കത്തോലിക്കരും നാമധേയ സഭകളൊക്കെ എങ്ങനെയാണ്? കർമ്മങ്ങളും കൂദാശകളും മധ്യസ്ഥ പ്രാർത്ഥനയും കൊണ്ട് സ്വർഗത്തിൽ പോകും. അതും ഫോളോവിങ് അങ്ങനെ തന്നെ, മത ആചാരങ്ങൾ കൊണ്ട്. എന്നാൽ വാസ്തവമായും പാപബോധം വന്ന് ഹൃദയത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ വാസ്തവമായി ദൈവമക്കളായി തീർന്നവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 43-ാം വാക്യം, എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ദൈവവചനം ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് വിശ്വസിക്കുന്ന, യഥാർത്ഥമായി വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ ദൈവവചനം അംഗീകരിക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായക കൊണ്ടത്രേ. എന്തോ ആദ്യത്തെ വാക്ക് എന്താണ്? എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് ഞാൻ സ്വർഗത്തിൽ വന്നു എന്ന് പറയുന്ന കാര്യം ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്തത്? അതിന്റെ സെക്കൻഡ് സെക്ഷൻ പറയാം, എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനം അതുപോലെ ഉൾക്കൊള്ളുവാൻ യഹൂദന്മാർക്ക് സാധിക്കാത്തത് വന്നതുകൊണ്ട് അവർക്ക് കർത്താവ് പറയുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും പല ഉപദേശ പിശകുകളും പ്രശ്നങ്ങളും വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നതിന് കാരണം ദൈവവചനത്തെ യഥാവിധി ഗ്രഹിക്കുവാനായിട്ട് കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. ഈ പരിജ്ഞാനക്കുറവ് പല നിലകളിലും ഉണ്ട്. എന്നാൽ സത്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് അംഗീകരിക്കുവാൻ കഴിയുക എന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ പ്രത്യേക സ്വഭാവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഈ ഒരു ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെ ഒന്ന് ശോധന ചെയ്യണം. നമുക്കറിയാം വിശ്വാസ തലത്തിൽ 2 കൂട്ടം, പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിൽ 3 കൂട്ടം ആളുകളുണ്ട്. പ്രാകൃതന്മാരുണ്ട്, ജഡികന്മാരുണ്ട്, ആത്മീകന്മാരുണ്ട്. അപ്പൊ ഈ 3 കാറ്റഗറി ആളുകളാണ് ക്രിസ്തീയ സഭയിൽ, പുതിയ നിയമസഭയിൽ നമ്മൾ കാണുന്നത്. ഈ പ്രാകൃതന്മാര് സഭയിലുണ്ടെങ്കിലും സഭയ്ക്കുള്ളിലെ അംഗങ്ങളല്ല. പ്രാകൃതന്മാരെന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്ത വ്യക്തികളാണ്. ജഡികന്മാരെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെ ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവവചനം അനുസരിച്ച് ജീവിക്കാതെ രക്ഷിക്കപ്പെട്ടു എന്ന നിലയിൽ ജീവിക്കുന്നവര്. 3-ാമത്തെ കാറ്റഗറിയാണ് ആത്മീകര്. ഇതിൽ ഏത് കാറ്റഗറി? ഈ 3 കൂട്ടർ സഭയ്ക്കുള്ളിലുണ്ട്, ഈ പരീക്ഷന്മാരുടെ ഇടയ്ക്കും ഉണ്ട്,
അപ്പോസ്തലൻ പൗലോസ് തീവ്രവാദ പരീശനായിരുന്നെങ്കിലും കർത്താവ് ഒന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന് വിശ്വാസിയായിട്ട് മാറി. ഈ പരീശന്മാര് കർത്താവിനെ പിൻപറ്റിയെങ്കിലും ഇവർ അനേകർ കർത്താവിനെ വിശ്വസിച്ചു. എന്നാൽ ഈ പറയുന്ന കാറ്റഗറി, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ വിഭാഗത്തിലെ ആളുകളെല്ലാം പ്രാകൃതന്മാരാണ് എന്ന് പറഞ്ഞാൽ അവർ രക്ഷയുടെ അനുഭവം ഉള്ളവരല്ല. അവരെ രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഭാവേന കർത്താവിന്റെ അടുക്കൽ വരിക, പക്ഷെ അവരുടെ ലക്ഷ്യം കർത്താവിനെ പൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം മൂന്നാമത്തെ വിഷയം, ദൈവവചനം ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സില്ല എന്നുള്ളതാണ് പ്രൊഫസിങ് ക്രിസ്ത്യൻസിന്റെ അല്ലെ പ്രൊഫസിങ് ബിലീവേഴ്സിന്റെ ഒരു ക്യാരക്ടർ. ഒന്നാമത്തെ വിഷയം, അവര് റിലീജിയസ് റിച്വൽസ് കൊണ്ട് ദൈവമക്കളാണെന്ന് ചിന്തിക്കുന്നു. രണ്ടാമത്, അവർ പിശാചിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അവർ ദൈവമക്കളാണെന്ന് ക്ലെയിം ചെയ്യുകയാണ്. മൂന്നാമത്തെ വിഷയം, ദൈവവചനം ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാപബോധം വരും. ഈ പാപബോധം എന്ന് പറയുന്നത് രണ്ടാശയമുണ്ട് അവിടെ. പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, അത് പരിശ്രമം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ദൈവവചനം യഥാവിധി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ, അത് ഉപദേശപേശകായിരിക്കാം, ജീവിതത്തിലെ കുറവുകളായിരിക്കാം, തെറ്റുകളായിരിക്കാം, നമ്മുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നങ്ങളായിരിക്കാം, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് ദൈവവചനം നമ്മൾ ഗ്രഹിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ്. 37-ാം വാക്യത്തിൽ കർത്താവ് ആ കാര്യമാണ് കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ല. കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയും. ഈ കർത്താവ് ഇത്രയും ഒക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടും ഇവർക്കൊന്നും ഗ്രഹിക്കുവാനായിട്ട് കഴിയാത്ത ഇവർ കർത്താവിന്റെ വചനത്തിന് ഇവരുടെ ഹൃദയത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മുടെ മീൻസ് എൻ്റെ കൂടെ ചേർത്ത ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും പാപികൾ, ഞാൻ വിശുദ്ധനുള്ള ആശയത്തിലല്ല. ദൈവവചനം യഥാവിധി ഉൾക്കൊള്ളുവാൻ പലപ്പോഴും നമ്മൾക്ക് കഴിയാതെ വരുന്നു. അതിന്റെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ. ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടമില്ല. കാരണം എന്താ? നമ്മുടെ ഹൃദയത്തിൽ ഇടം വെച്ചിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾക്ക്. അതുകൊണ്ടാണ് ദൈവവചനം ക്രിയ ചെയ്യാത്തത്. അപ്പോൾ തെറ്റായ ദൈവമക്കൾ അല്ലെങ്കിൽ തെറ്റായ നിലയിൽ സ്വർഗത്തിൽ പോകുന്നുള്ള കാരണം ദൈവവചനം ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, എൻ്റെ സിസ്റ്റം കൊണ്ട് ഞാനങ്ങ് പോകും എന്നൊരു ചിന്താഗതി. 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ സത്യം ഇഷ്ടപ്പെടുന്നില്ല എന്ന് കൃത്യമായിട്ട് 45-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞു, ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അപ്പൊ സത്യത്തിനെതിരെയാണ് മനുഷ്യന്റെ മനോഭാവം എപ്പോഴും. ഇവരെ ആരെക്കുറിച്ചാ പറയാം? പരീശന്മാരെ കുറിച്ചാണ്. പരീശന്മാരാരാ? ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച്, അതായത് പഴയ നിയമ ന്യായപ്രമാണം കാണാപ്പാടം പഠിച്ച് വ്യാഖ്യാനിച്ച് ചീരയിലും ചതകുപ്പയിലും ജീരകത്തിൽ പോലും ദശാംശം കൊടുക്കുന്ന അതിഭക്തരായിരിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള വ്യക്തികളെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അംഗീകരിക്കാത്തതിന് കാരണം ഞാൻ നിങ്ങളെക്കുറിച്ച് സത്യം പറയുന്നു. ഇതൊരു പ്രത്യേകതയാണ്. ദൈവവചനം നമ്മൾ വായിക്കുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മളോട് സത്യം പറയും. വേർപെട്ട ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിലും പല തെറ്റിദ്ധാരണകളും വചനവിരുദ്ധ കാഴ്ചപ്പാടുകളും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ വചനം നമ്മൾ യഥാവിധി കേൾക്കുകയും ആ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളത് അംഗീകരിക്കുന്ന മനോഭാവമല്ല, നമ്മൾ അതിനെതിരെ ഈ പരീശന്മാരെ പോലെ തിരിഞ്ഞു നിൽക്കുന്ന മനോഭാവമുണ്ട്. അതിന് നമ്മൾ നോക്കുന്നത് മെജോറിറ്റി ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു. മെജോറിറ്റി ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, ബെരോവയിലുള്ള വിശ്വാസികൾ എങ്ങനെയായിരുന്നു? അപ്പോസ്തോലന്മാർ പറഞ്ഞ വചനം നമുക്കറിയാം. നമ്മുടെ ഉപദേഷ്ടാക്കന്മാരും അപ്പോസ്തോലന്മാരാരുമല്ല. അപ്പോസ്തോലന്മാർ കർത്താവിനെ നേരിട്ട് കണ്ട് കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച അപ്പോസ്തോലന്മാർ അവരെ പഠിപ്പിച്ച വചനങ്ങൾ അവർക്ക് ലഭ്യമായ തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ അങ്ങനെ തന്നെയോ എന്നവർ പരിശോധിച്ചു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ അല്ലെങ്കിൽ കൃത്യമായിട്ട് സനിഷ്ഠവര ഇതിനകത്ത് വചനപ്രകാരം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനായിട്ടുള്ള കർത്തവ്യം നമുക്കുണ്ട്. പരസ്പരം നമ്മൾ അഡ്മോണിഷ് ചെയ്യുക, തിരുത്തുക എന്നൊക്കെ പറഞ്ഞ ഈ നിലയില്ല. തെറ്റ് ഉപദേശ വിഷയങ്ങളിൽ വരാം. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയും, എൻ്റെ വചനത്തിന് നിങ്ങളുടെ ഉള്ളിൽ യാതൊരു സ്ഥാനവുമില്ല. ഇനി എങ്ങനെയാണ് ശരിയായ ആളുകളെ അല്ലെ ശരിയായ വിശ്വാസികളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക? 47-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ദൈവ സന്തതിയായവൻ ദൈവ വചനം കേൾക്കുന്നു. വളരെ കൃത്യമായിട്ട് കർത്താവ് വിഷയം പറയും. ഒരു വ്യക്തി വാസ്തവമായും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ വാസ്തവമായും ഒരു വിശ്വാസിയാണോ എന്ന് അറിയുവാനായിട്ടുള്ള പ്രാഥമിക അടയാളം എന്ന് പറയുന്നത്, എൻ്റെ സന്തതിയായവൻ അല്ലെങ്കിൽ ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. ദൈവവചനത്തോട് നമുക്കുള്ള ഒരു റിസീവിങ് മൈൻഡ്, ദൈവവചനത്തെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അത് നാം ദൈവമക്കളാണ് എന്നതിൻ്റെ പ്രാഥമിക അടയാളമാണ്.
ഈ ദൈവവചനം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ശരിയായ ആശയം എന്താ? ഈ കർത്താവ് പറഞ്ഞു വരുന്ന കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലായാലും കർത്താവ് ഇവർക്ക് ഇവരുടെ പാപത്തെക്കുറിച്ച് ബോധം പറ്റുക, അതായത് നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ അവകാശങ്ങൾ, ഇതെല്ലാം കർത്താവ് നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന അബ്രഹാമ്യ പാരമ്പര്യം നിങ്ങളുടെ പ്രവൃത്തികളിൽ ഇല്ല, നിങ്ങൾക്ക് ഈ അബ്രഹാമിന്റെ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് കൃത്യമായിട്ട് പറയാം, നിങ്ങൾ വാസ്തവമായും ദൈവത്തിന്റെ സന്തതിയാണെങ്കിൽ ദൈവവചനം കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മൾ വാസ്തവമായും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ആ നിലയിലുള്ള ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ഇന്നത്തെ നമ്മുടെ പുതിയ നിയമ വിശ്വാസികളുടെ ബന്ധത്തിലെ വിഷയം പറഞ്ഞത്, ശരിയായ നിലയിൽ നമുക്ക് ആ രക്ഷയുടെ ബോധ്യവും അനുഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ അഡ്മിറ്റ് ചെയ്യുവാൻ, അതിന് പ്രകാരം ജീവിതം ക്രമീകരിക്കുവാനായിട്ടുള്ള ഒരു വിധേയത്വ മനസ്സ് നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ തന്നെ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യുവാൻ. ഈ കർത്തൃമേശ വരുമ്പോൾ ശോധന ചെയ്യാൻ പറയുന്നുണ്ട്. അത് അടുത്തിരിക്കുന്നതിന് എങ്ങനെയുള്ളത് ശോധന ചെയ്യാനല്ല, കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുള്ളത് ശോധന ചെയ്യാനാണ്. സൗരനായിട്ടുള്ള പ്രശ്നം വെച്ചുകൊണ്ട് അവിടെ വരാൻ പാടില്ല, ആരാധനയ്ക്കായിട്ട് ചെല്ലും. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? സകല പ്രശ്നങ്ങളും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് അവിടെ വരുന്നത്. ഈ കർത്തൃമേശ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അടികൂടാൻ. അതാണ് നമ്മുടെ സിസ്റ്റം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പരീശന്മാരെ പോലെ ഇങ്ങനെ ഇതിനകത്തൊരു സിസ്റ്റത്തിൽ നമ്മൾ അകപ്പെട്ട് വന്നിട്ട് നമ്മൾ വിശ്വാസികളാണെന്ന് നമ്മളെ തന്നെ അങ്ങ് ചിന്തിക്കുകയാണ്. പക്ഷെ കർത്താവ് പറയാ, ശരി, ഓക്കെ, നിങ്ങൾ ചിന്തിച്ചോ, പക്ഷെ തെളിവെന്താണ്? അബ്രഹാമിന്റെ വിശ്വാസം നിങ്ങളിൽ കാണാനില്ല, അബ്രഹാമിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ കാണാനില്ല, ദൈവവചനം നിങ്ങളിൽ യാതൊരു ക്രിയയും ചെയ്യുന്നില്ല, നിങ്ങൾ ദൈവവചനം റിസീവ് ചെയ്യുന്നില്ല, കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അനുസരിക്കുവാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ അതൊരു കുറവ് പറഞ്ഞിട്ട് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, യഥാർത്ഥമായി ദൈവമക്കൾ ആരാണ്? ദൈവവചനം അനുസരിക്കുന്നവരാണ്. 37-ാം വാക്യം, ജീവിതത്തിൽ, ഞാനത് പോയിന്റ് ആയിട്ട് അങ്ങ് പറയാം, ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതന്റെ അടയാളമാണ്. ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം നൽകുക. ആര് പ്രസംഗിച്ചു, ഒരു ലേഖനം വായിക്കുകയോ ഒരു ക്ലാസ് കേൾക്കുകയോ ഒരു പ്രസംഗം കേൾക്കുകയോ ദൈവവചനം ധ്യാനിക്കുകയോ ചെയ്യുമ്പോൾ ദൈവവചന ഹൃദയത്തോട് സംസാരിക്കുന്ന സന്ദേശത്തിന് വിധേയപ്പെടുന്ന മനസ്സ്, അതിനാണ് പ്രഥമ സ്ഥാനം എന്ന് പറയുക. ദൈവവചനത്തിൽ, അല്ലാതെ എല്ലാ ബൈബിൾ ക്ലാസ്സിനും പോവുക, എല്ലാ കോട്ടേജും, അതല്ല ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം. ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം. എന്നോട് ദൈവവചനം സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, പ്രഥമ സ്ഥാനം അതിന് കൊടുക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവവൈതന്റെ ഒരു അടയാളമാണ്. രണ്ടാമത്തെ അടയാളം എന്ന 47-ാം വാക്യം, അതിന് ആ ഒറ്റ വാക്യം പറയുന്നത്, നിങ്ങൾക്ക് ദൈവസന്തതി അല്ലാത്തതുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. കേൾക്കുന്നില്ല എന്ന് പറയുന്നത് അവര് കേൾക്കുന്നുണ്ടല്ലോ. ഈ കഥ പറയുന്നത് മുഴുവൻ അവർ കേൾക്കുന്നുണ്ട്. അവിടെ കേൾക്കുന്നില്ല എന്ന വാക്കിന്റെ ആശയം അവരനുസരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, അവൻ ദൈവവചനത്തിന് വിധേയപ്പെടും, പ്രഥമ സ്ഥാനം കൊടുക്കും. 2, ദൈവവചനം അനുസരിക്കും. ഈ അബ്രഹാമിനെ കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നല്ലേ. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അബ്രഹാമിന്റെ വിശ്വാസമില്ല എന്ന് കർത്താവ് പറയാനുള്ള കാരണം എന്താ? അബ്രഹാമിനോട് കർത്താവ് എന്ത് പറഞ്ഞു? നിന്റെ ഏകജാതനായ മകനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ട് യാഗം കഴിക്കുവാനായിട്ട് പറഞ്ഞു. അബ്രഹാം ലെഫ്റ്റും റൈറ്റും നോക്കിയില്ല, ആ സ്ഥലത്തേക്ക് തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ടുപോയി യാഗം അർപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആ മനസ്സിനെയാണ്, എന്നിട്ട് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഭൗതികമായി ജഡപ്രകാരം നിങ്ങൾക്ക് അബ്രഹാമ്യ പാരമ്പര്യമുണ്ട്, ആത്മീകമായിട്ട് അബ്രഹാമുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതേ തുടർന്ന് എങ്ങനെയാ കർത്താവ് ഒരു കാര്യം പറയുക? അപ്പൊ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചോദന ചെയ്യണം. നമുക്ക് പാരമ്പര്യമുണ്ട്, ശാരീരികമായി ജഡികമായി നമുക്കൊരു ക്രിസ്തീയ പാരമ്പര്യമുണ്ട്. ഈ ആത്മീക പാരമ്പര്യം നമുക്ക് ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ ലിറ്ററലി അക്ഷരികമായിട്ട് വാസ്തവമായിട്ടുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. അത് വെളിപ്പെടുന്നത് ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നു, ദൈവവചനം അനുസരിക്കാനായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. 42-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവിനെ നമ്മൾ സ്നേഹിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. 42-ാം വാക്യത്തിൽ വരുമ്പോൾ, ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. അപ്പൊ ദൈവവചനം ക്രിയ ചെയ്യുന്നു, അല്ലെങ്കിൽ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെങ്കിൽ അവൻ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ അവിടെ മത്തായി സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ വരുമ്പോൾ യഹൂദന്മാരുടെ ഒരു പ്രത്യേകത അവിടെ പറയുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഇസ്രായേൽ ജനം കർത്താവിനോട് ഇടപെട്ടിരിക്കുന്ന, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം,
നിങ്ങൾ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാണ് മത്തായി സുവിശേഷമല്ല, മർക്കോസിൽ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യം. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഈ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് യഹൂദന്മാർ ഇടപെട്ട വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ആ വിഷയം പറയുന്നത്. ഇവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് ഞാനുമായിട്ട് ഇവർ പൂർവ്വമാരുടെ സമ്പ്രദായമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ഒരു സ്ഥാനവുമില്ല. ഈ കാര്യമാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് ഇവിടെ കൃത്യമായിട്ട് വിമർശിക്കുന്നത്. കർത്താവ് എവിടെയാ സംസാരിക്കുന്നത്? ദേവാലയത്തിൽ, കൂടാരപ്പെരുന്നാളോടുള്ള ബന്ധത്തിൽ ഇരുന്ന ദേവാലയത്തിൽ ഇരുന്ന് പരീശന്മാരോട് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞാൻ അത് എഗ്രി ചെയ്യുന്നു. ഏത് നിലയിൽ? ജഡപ്രകാരം അബ്രഹാമിന്റെ സന്തതിയാണ് എന്നുള്ളതിന്റെ അടയാളം നിങ്ങളുടെ ശരീരത്തിൽ പരിച്ഛേദനയായിട്ടുണ്ട്, ന്യായപ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഹൃദയത്തിൽ അബ്രഹാമിന്റെ വിശ്വാസമില്ല. ആത്മീകമായി നിങ്ങൾ പിശാചിന്റെ മക്കളാകും. കർത്താവ് ദൈവത്തിന്റെ മകനല്ല, അല്ലെങ്കിൽ സ്വർഗത്തിൽ വന്ന പിതാവിന്റെ മകനല്ല യേശുക്രിസ്തു, അല്ലെ പുത്രൻ എന്നുള്ള വിഷയം അവർ അംഗീകരിക്കാതെ വന്നപ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയാ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ പിതാവിന് ഇഷ്ടമുള്ളത്, പിതാവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുന്നു, നിങ്ങളോ നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടങ്ങളെ നിറവേറ്റുന്നു, അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. ഇതിലും സ്പെസിഫിക് ആയിട്ടൊന്നും ഈ വിഷയം കർത്താവിനെ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിലൂടെ കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നാം ആരുടെ മക്കളാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി 48-ാം അധ്യായം മുതൽ 48-ാം വാക്യം മുതൽ 59-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ യേശുക്രിസ്തു തന്റെ ദൈവത്വം ക്ലെയിം ചെയ്യുമ്പോൾ യഹൂദന്മാർ അത് നിഷേധിക്കുന്നു. അതാണ് അവിടുത്തെ മെയിൻ സന്ദേശം. 48 മുതൽ 59-ാം വാക്യം വരെ ഇവിടെ കർത്താവ് പറഞ്ഞു വന്ന വിഷയം എന്നാ? ഇത്ര നേരം ഇവരെ കർത്താവിനെതിരെ ഇങ്ങനെ പടപുരി നീക്കിയായിരുന്നു. അപ്പൊ കർത്താവ് അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ ജഡപ്രകാരമാണ്, ആത്മീകമായിട്ടല്ല. നിങ്ങൾക്ക് ദൈവമക്കൾ എന്നുള്ള പദവിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു, ദൈവം നിങ്ങളുടെ പിതാവാണെന്ന്, പക്ഷെ ദൈവത്തിൻ്റെതായ യാതൊരു സ്വഭാവവും, അല്ലെങ്കിൽ ദൈവമക്കളുടേതായ യാതൊരു സ്വഭാവവും നിങ്ങളിൽ ഇല്ല. ഇങ്ങനെ നമ്മളോട് ഒരു വെള്ളം പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അങ്ങനെ തന്നെ യഹൂദന്മാരും പ്രതികരിച്ചു. 48-ാം വാക്യം, യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാരക്ടർ അറ്റാക്ക്, സ്വഭാവഹത്യ. എന്താണ്? നീ ഒരു ശമര്യൻ. ആരാരോടാ പറയുന്നത് ചിന്തിക്കണം. യേശുക്രിസ്തു, ജോസഫ്. ശമര്യരാരാ? യഹൂദനും വിജാതീനും തമ്മിൽ സമ്മിശ്ര ജനമാണ് ശമര്യൻ. ഈ ശമര്യനുമായിട്ട് യഹൂദന് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ അവര് ഗലീലേക്ക് പോകണമെങ്കിൽ ഈ ശമര്യരുടെ ദേശത്തെ മണ്ണിൽ പോലും ചവിട്ടാതെ ചുറ്റി നടന്നാണ് അവരപ്പുറം പോകുന്നത്. അത്രയ്ക്ക് ശത്രുത ശമര്യനുമായിട്ട്. അപ്പോൾ കർത്താവിന്റെ ജനനത്തെ, അതായത് നമുക്കറിയാം കന്യാമറിയമിലൂടെയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ യോസഫിന്റെ ഒഫീഷ്യൽ സൺ അല്ല, ഹാഫ് സൺ ആണ് എന്നുള്ള നിലയിൽ ഇവർ കാണുമ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന നിലയിൽ കർത്താവിനെ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാമത്തെ വിഷയം, നിനക്കൊരു ഭൂതമുണ്ട്. അങ്ങനെയും ചിന്തിക്കാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, നീയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് കുറച്ചത് എക്സ്ട്രീമായി ചിന്ത പോയി എന്ന് ചിന്തിക്കുക. അതായത് കർത്താവിന്റെ ജനനത്തെ കുറിച്ചാണ് അവർ ഇൻസൾട്ട് ചെയ്തെന്നുള്ള ചിന്ത എക്സ്ട്രീമായി പോയെന്ന് ചിന്തിച്ചാൽ കുറച്ചുകൂടി ലൈറ്റായിട്ട് വേറൊരു ഉദാഹരണം പറയാം. നമുക്ക് എങ്ങനെയും, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഇവർ യേശു കർത്താവിനെ ദൈവത്തിന്റെ മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഈവൻ ജോസഫിന്റെ മകനായിട്ട് പോലും ഇവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പല സന്ദർഭങ്ങളും നീ ജോസഫിന്റെ മകനാണ്, നീ തച്ചന്റെ മകനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യേശുവിന്റെ സഹോദരന്മാർക്ക് പോലും യേശു ക്രിസ്തുവിന്റെ ഒറിജിനൽ, അല്ലെങ്കിൽ ഇവൻ ഞങ്ങളെ ഉപദേശിക്കാൻ ആരെന്നുള്ള ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ അവിടെ പറയുന്ന വിഷയം ശമര്യൻ, നീ ഒരു ശമര്യൻ എന്ന് പറയുന്നതിലൂടെ യേശു ക്രിസ്തുവിന്റെ, നമുക്കറിയാം ദാവീദിന്റെ ഗോത്രത്തിൽ, ദാവീദിന്റെ സന്തതിയായിട്ടാണ് യേശു കർത്താവ് വരുന്നത്. ആ യഹൂദ സിംഹം, അല്ലെ യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള നിലയിലുള്ള തന്റെ അവകാശവാദത്തെ അവർ ഇൻസൾട്ട് ചെയ്യുകയാണ്. നീ ഒരു ശമര്യൻ, യു ആർ എ മിക്സഡ് മാൻ. നമ്മളിത് വായിച്ചങ്ങ് പോകാറുള്ളൂ. പക്ഷെ യേശു കർത്താവിനെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം അവർ, കർത്താവ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ആരോപണം, നിനക്കൊരു ഭൂതമുണ്ട് എന്ന് പറയാൻ, നീ പിശാചിന്റെ മകനാണ്. കർത്താവിനോട് പറയുകയാണ്, നിനക്കാണ് പിശാചുള്ളത്, ഞങ്ങളിലല്ല, നിനക്ക് ഭൂതമുണ്ട്.
അപ്പൊ കർത്താവ് എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ള വ്യക്തിയാണെന്നൊക്കെ പറയുമ്പോൾ ഇവർ പറഞ്ഞു നിനക്ക് ഭൂതമുണ്ട്, അപ്പൊ നീ ശമര്യനാണ് എന്ന് അവര് പറഞ്ഞതിന് കർത്താവ് അതിനെ ഒന്നും പറഞ്ഞില്ല. കാരണം അതിന് തക്ക മറുപടി കൊടുക്കേണ്ട ആവശ്യം കർത്താവിന് അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. നിനക്കൊരു ഭൂതമുണ്ട് എന്ന് പറഞ്ഞതിന് 49 വാക്യം, അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക എത്ര ചെയ്യുന്നത്. ഈ ഭൂതം എന്നുള്ള വിഷയത്തെ പറഞ്ഞത് കർത്താവിന്റെ ഒറിജിനെ കുറിച്ചാണ്. ശമരൻ എന്ന് പറയുന്നതും കർത്താവിന്റെ ഒറിജിനെ കുറിച്ചാണ് അവർ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ കർത്താവ് ഭൂതം എന്നുള്ള വിഷയത്തെ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ പിശാചിന്റെ മകനല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ മകനാണ്. ഞാൻ പിതാവിന്റെ മകൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക എത്രേ ചെയ്തത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയുന്ന വിഷയം, യേശു കർത്താവിന്റെ ദൈവത്വം വെളിപ്പെട്ട് കഴിയുമ്പോൾ രണ്ട് നിലയിലുള്ള പ്രതികരണമാണ് നിഷേധാത്മകമായിട്ട് വരും. ഒന്ന്, ആക്ഷേപത്തോടെ നിഷേധിക്കുക. അത് ഇന്നത്തെ സമൂഹത്തിലും ഉണ്ട്. നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആക്ഷേപിക്കുന്നത്, പല വിഭാഗങ്ങളിലുള്ള ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട്. ആക്ഷേപത്തോടെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ കർത്താവ് അവിടെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്ന വിഷയം 50 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയും, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. അപ്പോൾ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോ, നിങ്ങൾ ശബരന് വിളിച്ചോ, ഞാൻ പിശാചിന്റെ മകനാണ് അല്ലെങ്കിൽ ഭൂതമുള്ളവനാണ് നിങ്ങൾ വിധിച്ചോ, ബട്ട് എന്നുണ്ടാവും. അങ്ങനെ ആക്ഷേപിക്കുന്നതിന് ഞാൻ നിങ്ങളെ ഇപ്പോൾ ന്യായം വിധിക്കുന്നില്ല. കർത്താവിന് വേണേ ഒറ്റ നിമിഷം കൊണ്ട് അവരെ തീക്കിരയാക്കി കളയാം കർത്താവ് ദൈവം. പക്ഷെ കർത്താവ് അവിടെ പറയുന്ന വാക്കുണ്ട്, 50 വാക്യത്തിൽ പറയുകയാണ്, ന്യായം വിധിക്കുന്ന ഒരുത്തൻ ഉണ്ട്, പിതാവ് നിങ്ങളെ ന്യായവിധി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ള വിഷയം. നിങ്ങൾ എൻ്റെ ക്യാരക്ടർ അറ്റാക്ക് ചെയ്താൽ, എൻ്റെ അസ്തിത്വത്തെ നിങ്ങൾ ആക്ഷേപിച്ചാൽ, നിങ്ങളെ പിതാവ്, എൻ്റെ സ്വർഗീയ പിതാവ് അല്ലെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളെ തീർച്ചയായും ന്യായം വിധിക്കും എന്നുള്ള കാര്യം കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുക. അതൊന്നും ഉൾക്കൊള്ളുവാനായിട്ടുള്ള മാനസിക തലത്തിലൊന്നുമല്ല അവർ നിൽക്കുന്നത് എന്നുള്ളൊരു സത്യം. രണ്ടാമത്തെ കൂട്ടരായിട്ട് നമുക്ക് കാണുന്നത് യേശുവിനെ അവഗണിക്കുന്ന ആളുകൾ. ഒന്നാമത്തെ വിഷയം യേശുവിനെ ആക്ഷേപിക്കുന്നവരാണ്, രണ്ടാമത്തേത് യേശുവിനെ അവഗണിക്കുന്നവരാണ്. ഈ രണ്ടു കൂട്ടർക്കും ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ന്യായവിധി ഉണ്ട് എന്നുള്ളതാണ്. ഇനി സ്വീകരിക്കുന്നവർക്കുള്ള പ്രത്യേകതയാണ് 50 വാക്യത്തിൽ തന്നെ പറയുന്നത്. 51 വാക്യം, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അപ്പോൾ സ്വീകരിക്കുന്നത്, യേശു കർത്താവിനെ ആക്ഷേപിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നത് പിതാവിന്റെ ന്യായവിധിയിലേക്ക് നയിക്കും. യേശു കർത്താവിനെ സ്വീകരിക്കുന്നത് നിത്യജീവനിലേക്ക് നയിക്കും. അപ്പോൾ നമ്മളാരും നിഷേധിക്കുന്നവല്ല, നമ്മളൊക്കെ അംഗീകരിച്ചവരാ. ഈ അംഗീകാരത്തിന്റെ തലങ്ങളെയാണ് ഇതുവരെയും കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. ഈ പാരമ്പര്യപ്രകാരമൊക്കെ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത പോലെ, പക്ഷേ ആ പാരമ്പര്യം രക്ഷിക്കത്തില്ല, ആചാരങ്ങൾ രക്ഷിക്കത്തില്ല, സിസ്റ്റം രക്ഷിക്കത്തില്ല. ശരിയായ വിശ്വാസത്തിന്റെ അനുകരണം, അബ്രഹാമിന്റെ വിശ്വാസം ഇസ്രായേൽ ജനത്തിൽ ആരൊക്കെ പിൻപറ്റിയോ അവിടെ, നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഭൂരിഭാഗം ജനങ്ങളും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് അവർ സഞ്ചരിച്ചത്. അതുകൊണ്ട് ദൈവം ന്യായവിധിച്ച് അവരെ ബോധപ്പെടുത്തും. വളരെ ഒരു ശേഷിപ്പ് മാത്രം, ഒരു ലിമിറ്റഡ് സംഖ്യ ആളുകൾ മാത്രമാണ് കർത്താവിന് വേണ്ടി നിന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അതിന്റെ 54 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുക. 53 വാക്യത്തിൽ വരുമ്പോൾ ഈ യഹൂദന്മാർക്ക് കർത്താവിനെ അങ്ങ് അംഗീകരിക്കുവാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരതിന് പ്രതിവാദം പറയുന്നതാണ് 52, 53 വാക്യങ്ങൾ. 53 വാക്യത്തിൽ വരുമ്പം, ഞങ്ങളുടെ പിതാവായ അബ്രാഹമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കുന്നു? ഇപ്പൊ ആരാ? വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞ ആളുകളാണിത്. അപ്പോൾ ഇവരോട് പറയുന്നത് എന്താ? ഇവര് കർത്താവിനെ രണ്ട് നിലയിൽ മാക്സിമം ഇവർ അംഗീകരിച്ച ഒരു പ്രവാചകനായിട്ടാണ്. അപ്പോൾ മോശ മരിച്ചു, അബ്രഹാം മരിച്ചു, മറ്റ് പ്രവാചകന്മാരും മരിച്ചു, നീ പിന്നെ ആരാകുന്നു? ഇത്രയും നേരം കർത്താവ് പറഞ്ഞിട്ടോ അവർക്ക് താൻ ദൈവപുത്രനാണ് എന്നുള്ള കാര്യം അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന് കർത്താവ് 54 വാക്യത്തിൽ പറയുമ്പോൾ, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു, അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ പാപബോധം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൂടുതലൊന്നും കർത്താവ് അവരോട് സംവാദിക്കേണ്ട യാതൊരു കാര്യമില്ല. വളരെ കൃത്യമായിട്ട് അവരോട് പറയുക, ദൈവം നിങ്ങളുടെ പിതാവ് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങളിൽ എന്തില്ല? നിങ്ങൾ അവനെ അറിയുന്നില്ല. ഇന്നത്തെ വിശ്വാസികളും
ശോധന ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ക്ലെയിം ചെയ്യുന്നു. വാസ്തവത്തിൽ നാം ദൈവത്തെ അറിയുന്നുണ്ട്. ഇവിടെ അറിയുക എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ള ആശയത്തിലല്ല, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള ആശയത്തിലാണ്. ദൈവവചനം അവർക്ക് വിഷയമല്ല, ദൈവം പറയുന്ന വിഷയം അവിടെയല്ല, പുത്രനെ മഹത്വപ്പെടുത്തണം എന്നുള്ള വിഷയം, ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവർ സ്വന്തം റിലീജിയസ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് ദൈവത്തിനെതിരെ മത്സരിക്കുകയാണ്. 56 മുതൽ 57 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് തന്റെ ദിവ്യത്വം ക്ലെയിം ചെയ്യുന്നതായിട്ട് കാണാം. 58 വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഒരുവിധം ബോധ്യപ്പെടുന്ന നിലയിലൊക്കെ കർത്താവ് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് കർത്താവ് കൃത്യമായിട്ട് അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ് എന്നുള്ള വിഷയം കർത്താവ് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? 59 വാക്യം, അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. ഈ ദൈവവചനം ശരിയായ നിലയിൽ പഠിപ്പിച്ചാലുള്ള കുഴപ്പം ഇതാ, അത് ഇന്നും അങ്ങനെയാ. ശരിയായി വചനം നമ്മൾ കൃത്യമായിട്ട് അങ്ങ് പഠിപ്പിച്ചാൽ ഉടനെ കല്ലെടുക്കും. കല്ലെടുക്കും മാത്രമല്ല, എറിഞ്ഞ് നടു ഓടിക്കും. ഇന്ന് ക്രിസ്തീയ സഭാചരിത്രം നമ്മൾ പഠിച്ചു. അപ്പോസ്തലനായ പൗലോസ് മുതൽ, അത് 1-ാം നൂറ്റാണ്ടാണ്, ആദ്യ തലമുറ അപ്പോസ്തലനായ പൗലോസ് മുതൽ ഇങ്ങോട്ടുള്ള ക്രിസ്തീയ ചരിത്രം നമ്മൾ പഠിച്ചാൽ ക്രിസ്തീയ സമൂഹത്തിലും സഭാ സമൂഹത്തിലും സംഭവിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. സത്യ ഉപദേശം, നവീകരണ കർത്താക്കൾ മാർട്ടിൻ ലൂതർ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ചിന്തിച്ചാലും സഭയുടെ നവീകരണത്തിന് വേണ്ടി, ദൈവജനത്തിന്റെ ഉണർവിന് വേണ്ടി വചനം യഥാവിധി പഠിപ്പിച്ചവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ടേ ജനം ശ്രമിച്ചിട്ടുള്ളൂ. അതിന് കാരണം എന്താണ്? ആ കാരണം ഞാൻ, ഈ കല്ലെറിയുന്ന വ്യക്തികൾ, ഉപദേശം പഠിപ്പിക്കുന്ന വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ രക്ഷയുടെ അനുഭവത്തിലുള്ള വ്യക്തികളല്ല. അവര് സഭയിലെ അംഗങ്ങളാണ്, രക്ഷിക്കപ്പെട്ടവരല്ല. അതാണ് കർത്താവ് കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ പറയുന്നല്ല കേട്ടോ, ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ അബ്രഹാമിന്റെ പാരമ്പര്യമുണ്ട്, അടയാളമുണ്ട്, എന്താ പരിച്ഛേദനയുണ്ട്, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ അബ്രഹാമിന്റെ വിശ്വാസമില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ അബ്രഹാമിന്റെ ദൈവമില്ല, ഈ ദൈവവചനത്തോട് യാതൊരു കൂറുമില്ല. അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാൻ അബ്രഹാമിന് മുന്നേ ഉണ്ട്, ഞാൻ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ കൊല്ലുവാനായിട്ട്, അവനെ എറിയുവാനായിട്ട് കല്ലെടുത്തു. എറിയുവാനായിട്ട് കല്ലെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ യഹൂദ പാരമ്പര്യം പഠിക്കും. ഇവിടെ നമ്മൾ ഈ മണിക്കല്ല്, ചെറിയ കൽക്കഷ്ണം എടുത്തതല്ല. കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കല്ല്, അത് തലേ ചെന്നുകൂടെ അപ്പോൾ ആള് വടിയാകും. ഞാൻ പഴയ കാലത്തൊക്കെ കൽക്കുന്ന് കൂട്ടിയ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൂട്ട് കല്ലെടുത്തോണ്ടാണ് കർത്താവിന്റെ നേരെ അവർ, കർത്താവ് അവരെ ഒഴിഞ്ഞു പോയി, കാരണം സമയമായിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പ്രായോഗിക ഗുണപാഠങ്ങളുണ്ട്. അതോടെ ഒന്ന് പറഞ്ഞ് 2 പോയിന്റിലായിട്ട് അത് വിഷയം പറഞ്ഞു പോകാം. പ്രായോഗിക ഗുണപാഠോടെ നമ്മൾ പഠിക്കണോ? ഞാൻ പ്രായോഗിക ചേർത്താ പറഞ്ഞത്, എങ്കിലും അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പ്രാക്ടിക്കൽ ഗുണപാഠോടെ 2 പോയിന്റ് മാത്രം പറയാം, നമ്മുടെ സമയം തീർന്നു. ഒന്നാമത്തെ വിഷയം, വാസ്തവമായി നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ അവിശ്വാസികൾ നമുക്കെതിരാകും. അത് സഭയ്ക്കുള്ളിലും ഉണ്ടാകും, സഭയ്ക്ക് പുറത്തുനിന്നും ഉണ്ടാകും. വാസ്തവമായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ അവിശ്വാസികൾ നമ്മളെ ഉപദ്രവിക്കും. എട്ടാം അധ്യായം 46, 49 വാക്യങ്ങൾ. അങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ, വാസ്തവമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ നമ്മൾ തിരിച്ച് അതുപോലെ പ്രതികരിക്കാതെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. വാക്യം 49, കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രേ ഫോർ ദോസ് ഹു പെർസിക്യൂട്ട് യു. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. രണ്ടാമത്തെ പ്രായോഗിക ഗുണപാഠം എന്ന് പറയുന്നത്, വചനത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വം നിത്യജീവന്റെ സാക്ഷ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കുവാനും ദൈവവചനം അനുസരിക്കാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സമർപ്പണം അദ്ദേഹത്തിന്റെ രക്ഷയുടെ അടയാളമാണ്. നീട്ടി സ്തോത്രം ചെയ്യുന്നതോ നീട്ടി പ്രാർത്ഥിക്കുന്നതോ ഇതൊന്നും അല്ല, അതൊക്കെ പരീശന്മാരുടെ സിസ്റ്റമാണ്, മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിക്കുന്നത്, അതല്ല രക്ഷയുടെ അടയാളം. ദൈവവചനം അനുസരിക്കുവാനായിട്ട് ഒരു വ്യക്തി, അത് ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് ഒരു വിശ്വാസി തയ്യാറാകുന്നത് അവന്റെ നിത്യജീവന്റെ അടയാളമാണ്. 51 വാക്യം. മൂന്നാമത്തെ വിഷയം, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമ്മളെ ആരാധനയിലേക്ക് നയിക്കും. 54, 55 വാക്യങ്ങൾ.
അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ യോഹന്നാൻ ദൈവാത്മാവിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ വിഷയം, ഇത് വെറുതെ യേശുക്രിസ്തുവും പരീശന്മാരും തമ്മിൽ നടന്ന ഒരു സംവാദത്തെ അങ്ങ് വിശദീകരിച്ചു പോയതല്ല. ഇത് വായിക്കുന്ന വിശ്വാസികൾ, രക്ഷിത ഗണം, അവരുടെ വിശ്വാസത്തെ ഒന്ന് സ്വയശോധന ചെയ്യണം. പ്രിറ്റൻഡിങ് ക്രിസ്ത്യൻസ് ആണോ, അതായത് വിശ്വാസി എന്ന് നടിക്കുന്നവരാണോ, യഥാർത്ഥ വിശ്വാസിയാണോ, പാരമ്പര്യ പ്രകാരമുള്ള വിശ്വാസിയാണോ, യഥാർത്ഥ പാരമ്പര്യം തെറ്റൊന്നുമല്ല, അബ്രഹാമിന്റെ പാരമ്പര്യം ശരിയായ പാരമ്പര്യം തന്നെയാണ്. എന്നാൽ ആ പാരമ്പര്യത്തിൽ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസ ഉൾക്കാഴ്ച അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. ഞാനും പാരമ്പര്യത്തിന് വിരോധമൊന്നും അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കുക. ഇവ സനീഷ് എപ്പോൾ പറഞ്ഞാലും പാരമ്പര്യത്തിനെതിരെ സംസാരിക്കുന്നു, ഞാൻ പാരമ്പര്യ വിരോധിയല്ല. കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, ലെഗസി, പാരമ്പര്യം, പൈതൃകം എന്ന് പറയുന്നത് വലിയൊരു മഹത്തായ കാര്യമാണ്. ആ പൈതൃകം, അബ്രഹാമിന്റെ പൈതൃകം അവർ പാലിക്കേണ്ടിയിരുന്നത്, അബ്രഹാമും ഇസ്ഹാക്ക്, യാക്കോവ് തുടങ്ങി മുന്നോട്ട് പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരുന്ന വാഗ്ദത്തം മശിഹയെ അവർ തിരിച്ചറിയുക എന്നുള്ളതിലായിരുന്നു അവരുടെ ആ പൈതൃകം വെളിപ്പെടേണ്ടിയിരുന്നത്. അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അവർക്ക് ജഡിക പൈതൃകം ഉണ്ടായിരുന്നു, അവരുടെ വിശ്വാസ പൈതൃകം ദൈവവചനത്തിന് വെളിയിലായിരുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അങ്ങനെ ആകുവാനായിട്ട് പാടില്ല. ഈ വചന പഠനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒന്നും ശോധന ചെയ്യുവാൻ, ജീവിതത്തെ ക്രമീകരിപ്പാൻ, നമ്മുടെ വിശ്വാസ ഉൾക്കാഴ്ചയെ വിശകലനം ചെയ്ത് ക്രമപ്പെടുത്തുവാനായിട്ട്. നമ്മളുടെ ജീവിതത്തിൽ പല കുറവുകളും വരാം. അത് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ കർത്താവെ വചനം അനുസരിക്കുന്ന, വചനത്തിന് വിധേയപ്പെടുന്ന, എൻ്റെ ജീവിതത്തിൽ വചനാനുസരണം വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.